കുടുംബ പ്രശ്നങ്ങൾ അരുംകൊലയിൽ കലാശിക്കുന്ന നിരവധി സംഭവങ്ങൾ അനുദിനം നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥയായ ദിവ്യശ്രീയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയതിന്റെ നടുക്കത്തിലാണ് കണ്ണൂരിലെ കരിവെള്ളൂർ എന്ന ഗ്രാമം. ഗാർഹിക പീഡന വിവരങ്ങൾ കുടുംബ കോടതിയിലെ കൌൺസിലിംഗിൽ പറഞ്ഞതിന്റെ ദേഷ്യത്തിലായിരുന്നു കൊലപാതകമെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതി പോലീസിനോട് പറഞ്ഞു. പ്രതി രാജേഷിനെ ബാറിൽ വെച്ച് പോലീസ് പിടികൂടുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മാങ്ങാട്ടുപറമ്പ് സായുധ പോലീസ് ബറ്റാലിയനിലെ സിവിൽ പോലീസ് ഓഫീസർ പി ദിവ്യശ്രീയെ വ്യാഴാഴ്ച വൈകിട്ടാണ് ഭർത്താവ് കെ രാജേഷ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഗാർഹിക പീഡന വിവരങ്ങൾ കൌൺസിലിംഗിൽ പറഞ്ഞതിന്റെ ദേഷ്യത്തിലായിരുന്നു കൊലപാതകം. ചോദ്യം ചെയ്യലിൽ രാജേഷാണ് പോലീസിനോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. 7 ലക്ഷം രൂപ ധൂർത്തടിച്ചെന്ന് ഭാര്യ പറഞ്ഞതും രാജേഷിനെ പ്രകോപിപ്പിച്ചു. ദിവ്യശ്രീയും രാജേഷും തമ്മിൽ മാസങ്ങളായി കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. കുടുംബ കോടതിയിൽ സിറ്റിംഗ് നടന്നതിന് പിന്നാലെയാണ് രാജേഷ് ദിവ്യശ്രീയുടെ വീട്ടിലെത്തി കൊല നടത്തിയത്. വടിവാളുകൊണ്ട് ദിവ്യശ്രീയെ വെട്ടിയപ്പോൾ തടയാൻ ശ്രമിച്ച പിതാവ് കെ വാസുവിനും വെട്ടേറ്റു. നിലവിളിയോടെ വീട്ടിൽ നിന്നിറങ്ങി ഓടിയ ദിവ്യശ്രീ ഗേറ്റിന് മുന്നിൽ കുഴഞ്ഞു വീണു. ഓടിക്കൂടിയ നാട്ടുകാർ ഇരുവരെയും പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും യുവതിയെ രക്ഷിക്കാനായില്ല. വാസു അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ആക്രമണശേഷം രാജേഷ് ഓടി രക്ഷപ്പെട്ടിരുന്നു. ഇയാൾ പുതിയ തെരുവിലെ ബാറിലുണ്ടെന്നറിഞ്ഞ് രാത്രി തന്നെ പോലീസ് അവിടെ എത്തി. കുതറിയോടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് പിടികൂടുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. പ്രതിയുമായി പോലീസ് സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. കൊഴുമ്മൽ സ്വദേശിയായ രാജേഷ് മുമ്പ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു. ന്യൂസ് 18 കണ്ണൂർ.